നമസ്കാരം. വ്യക്തിപ്രഭാവം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാറുണ്ട്. അങ്ങനെ ജയിച്ചു കയറി പോകുന്നവർ ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു? ജനപ്രതിനിധിയായി വിജയിച്ചോ അതോ പരാജയപ്പെട്ടോ? ഇക്കാര്യങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ വിലയിരുത്താനുള്ള അവസരമാണ് 20-ൽ എത്രയിലൂടെ വോട്ടർമാർക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ 5 വർഷവും നമ്മുടെ എംപിമാർ സഭയ്ക്കകത്തും പുറത്തും പ്രവർത്തിച്ചത് എങ്ങനെയെന്ന വിശദമായ പരിശോധനയിലൂടെയാണ് ഈ വിലയിരുത്തൽ നടക്കുന്നത്. പ്രേക്ഷകർക്ക് അവരുടെ വോട്ടുകൾ നിശ്ചിത ഫോർമാറ്റിൽ അറിയിച്ച് മികച്ച എംപിമാരെ കണ്ടെത്താൻ അവസരമുണ്ട്. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡി ബാബു പോൾ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ MG രാധാകൃഷ്ണൻ, കേരള സർവകലാശാല പൊളിറ്റിക്സ് വിഭാഗം അധ്യാപകൻ ഡോക്ടർ ജെ പ്രഭാഷ് എന്നിവരടങ്ങുന്ന പാനലിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചാണ് 15ാം ലോക്സഭയിലെ കേരളത്തിന്റെ മികച്ച 5 എംപിമാരെ കണ്ടെത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 20-ൽ എത്രയിൽ ഇന്ന് പരിഗണിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി ശശി തരൂർ പ്രതിനിധീകരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലം. MP വിവാദങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന 5 വർഷമാണ് കടന്നുപോകുന്നത്. IPL വിവാദം, കേന്ദ്രമന്ത്രിസ്ഥാനത്തു നിന്നുള്ള തരൂരിന്റെ പുറത്താകൽ, മന്ത്രിസഭയിലേക്കുള്ള തിരിച്ചെത്തൽ, സുനന്ദ പുഷ്കറുമായുള്ള തരൂരിന്റെ വിവാഹം, സുനന്ദയുടെ മരണം എല്ലാം വാർത്തയായി. കേരളത്തിലെ ഒരു എംപിയും കടന്നുപോയിട്ടുണ്ടാവില്ല ഇത്രമാത്രം വിവാദങ്ങളിലൂടെ. വിവാദങ്ങൾ മാത്രമാണോ ശശി തരൂർ എന്ന MP ബാക്കി വയ്ക്കുന്നത്? 20-ൽ എത്ര പരിശോധിക്കുന്നു. ഞാൻ തിരുവനന്തപുരത്തിലാണ്. നിങ്ങളൊപ്പം വോട്ട് ചെയ്യാൻ പോകുന്നത് കൈപ്പത്തി അടയാളത്തിൽ. I, Shashi Tharoor, do swear in the name of God that I will bear true faith and allegiance to the Constitution of India. UN അണ്ടർ സെക്രട്ടറി ജനറലായി പ്രവർത്തിച്ചിട്ടുള്ള ശശി തരൂർ 2009-ൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയായാണ് തിരുവനന്തപുരത്ത് രംഗത്തിറങ്ങിയത്. എതിരാളികളായി CPI നേതാവ് P. രാമചന്ദ്രൻ നായരും BJP നേതാവ് PK കൃഷ്ണദാസും. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അല്ലറ ചില്ലറ മാറ്റങ്ങളോടെയാണ് തിരുവനന്തപുരം പുതിയ ലോക്സഭാ മണ്ഡലം രൂപീകൃതമായത്. അവിടെ ശശി തരൂർ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടിയാണ് രാജ്യത്തിന്റെ ആകെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മത്സരമായി മാറിയത്. അവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് അഡ്വക്കേറ്റ് P. രാമചന്ദ്രൻ നായരാണ്. അദ്ദേഹം അന്ന് CPIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ശശി തരൂരിന് കിട്ടിയ ഭൂരിപക്ഷം 1,02,000 വോട്ടുകളുടെ കുറവ് മാത്രം. 99,998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ശശി തരൂർ കഴിഞ്ഞ തവണ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത്. പ്രതീക്ഷിച്ച പോലെ ശശി തരൂർ കേന്ദ്രമന്ത്രിയായി. ആദ്യം ലഭിച്ചത് വിദേശകാര്യ സഹമന്ത്രി പദം. IPL വിവാദവുമായി ബന്ധപ്പെട്ട മന്ത്രിപദം രാജിവെച്ച തരൂർ പിന്നീട് മാനവ വിഭവശേഷി വകുപ്പ് സഹമന്ത്രിയായി. രാജ്യാന്തര തലത്തിൽ തന്നെ പ്രശസ്തനായ ശശി തരൂർ മന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നറിയാം. MP-യുടെ സഭയിൽ പാർലമെന്റ് അംഗം എന്ന നിലയിലുള്ള തന്റെ പ്രവർത്തനത്തെപ്പറ്റി ശശി തരൂർ തന്നെ പറയുന്നു. എതിർവാദങ്ങളുമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിനെതിരെ മത്സരിച്ച CPI നേതാവ് P. രാമചന്ദ്രൻ നായർ. വിദേശകാര്യത്തിൽ അത് എൻ്റെ അറിവുള്ള ഒരു കാര്യമാണ്. ഞാനായിരുന്നു ഇന്ത്യയിലത്തെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി. ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന, പ്രത്യേകിച്ച് ഫ്രഞ്ച് സംസാരിക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളോടൊപ്പം പല പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിച്ചു. എൻ്റെ കഴിവും എൻ്റെ അറിവും കാരണമായിട്ട് പല പുതിയ രാജ്യങ്ങൾക്ക്, ഇന്ത്യൻ മന്ത്രിമാർ പോവാത്ത രാജ്യങ്ങളിൽ ഞാൻ പോയി വാതിൽ തുറക്കാൻ സാധിച്ചു. ചില രാജ്യങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ ഉത്തരവാദിത്തം ആഫ്രിക്കയും ലാറ്റിൻ അമേരിക്കയും മിഡിൽ ഈസ്റ്റും ആയിരുന്നു. ഈ റീജിയൻസിലൊക്കെ ഇന്ത്യയുടെ പ്രൊഫൈൽ നല്ലപോലെ കൂട്ടാൻ സാധിച്ചു. അദ്ദേഹം ഈ കാലഘട്ടത്തിൽ മുഴുവൻ അദ്ദേഹം ഒരു ലോക പൗരനെ പോലെ സഞ്ചരിച്ച് ലോകമേളകളിലും അദ്ദേഹം മറ്റ് ഉത്സവ പറമ്പുകളിലും എല്ലാം പോയി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തെളിയിച്ചത് സത്യമാണ്. പക്ഷേ ഈ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങളുടെ വിഷയവും ഈ ജില്ല ഉൾപ്പെടെയുള്ള ഈ സംസ്ഥാനത്തിൻ്റെ വിഷയവും ഒരു നിയമനിർമ്മാണ സഭ എന്നുള്ള നിലയിൽ ലോകസഭയിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം അമ്പേ പരാജയപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ഒരേ സമയത്ത് നമ്മുടെ നാടിനെ മറന്നില്ല. നെയ്യാറ്റിൻകരയിൽ ഞാനൊരു പാസ്പോർട്ട് സേവ കേന്ദ്രം കൊണ്ടുവന്നു. അവിടുത്തെ നമ്മുടെ ഗ്രാമദേശത്തെ ആൾക്കാർക്കൊക്കെ, നെയ്യാറ്റിൻകരയും പാറശാലത്തെ ആൾക്കാർക്കൊക്കെ തിരുവനന്തപുരത്ത് രാവിലെ 5 മണിക്ക് പോയിട്ട് ക്യൂവിൽ നിൽക്കുന്ന പകരം ഇപ്പോൾ സുഖമായിട്ട് നെയ്യാറ്റിൻകര തന്നെ കയറി ഒരു പാസ്പോർട്ട് സേവ കേന്ദ്രത്തിനകത്ത് അവർക്ക് പാസ്പോർട്ട് കിട്ടാൻ ഉള്ള എല്ലാ ഫോർമാലിറ്റീസും 25 മിനിറ്റിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആ ഗുണം എൻ്റെ ആ വകുപ്പിനെ ഉപയോഗിച്ചാണ് ചെയ്യാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് മന്ത്രാലയം വന്ന ശേഷം ഞങ്ങൾക്ക് ആകെ 1.5 വർഷം ഉണ്ടായുള്ളൂ ഈ മന്ത്രാലയത്തിൽ. പക്ഷേ പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിന് വേണ്ടിയിട്ടും തിരുവനന്തപുരത്തിന് വേണ്ടി പ്രത്യേകിച്ചും AICTEൻ്റെ റീജിയണൽ ഓഫീസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനങ്ങൾക്ക് ബാംഗ്ലൂരിൽ ഓടാൻ ആവശ്യമില്ല എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യങ്ങൾ നോക്കാൻ. അതേപോലെ തന്നെ CBSE സ്കൂൾ, ഒരു 1000 സ്കൂളുകളുണ്ട് കേരളത്തിൽ. അവരെല്ലാവർക്കും ചെന്നൈയിൽ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ഒരു റീജിയണൽ ഓഫീസ് ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നിട്ടുണ്ട്.
എൻ്റെ വകുപ്പിന് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും CBSE, AICTE, കേന്ദ്ര വിദ്യാലയം എല്ലാറ്റിലും എൻ്റെ ആക്റ്റീവ് ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയെ ബാധിക്കുന്ന സ്വകാര്യ ബില്ലുകൾ, എന്തെങ്കിലും പ്രൈവറ്റ് ബില്ലുകൾ അവതരിപ്പിച്ചതായിട്ടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിലും അങ്ങനെ ഒന്നും ഉള്ളതായി എനിക്ക് നോക്കിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു MP എന്നുള്ള നിലയിൽ ഒരു സ്വകാര്യ ബില്ലും അദ്ദേഹം അവതരിപ്പിച്ചത് കണ്ടിട്ടില്ല. മന്ത്രിയായിട്ടുള്ള എൻ്റെ പ്രവർത്തനം ഇന്ത്യക്ക് വേണ്ടിയിട്ടും ഒരേ സമയത്ത് നമ്മൾ തിരുവനന്തപുരത്തിനും കേരളത്തിനും വേണ്ടിയിട്ടും ഞാൻ ചെയ്ത പ്രവർത്തനത്തിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ആർക്കും ഒരു ക്രിറ്റിസിസം പറയാനോ അവകാശമുണ്ടാകും. ഹൈക്കോടതി ബെഞ്ചിൻ്റെ കാര്യത്തിൽ വർക്കല രാധാകൃഷ്ണൻ്റെ കാലത്തും പന്ന്യൻ രവീന്ദ്രൻ്റെ കാലത്തും പിന്നെ അവർ മൂവ് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ മെൻഷനുകളുണ്ട്. പിന്നെ അസംബ്ലിക്ക് ഇതിന് ബെഞ്ചിന് വേണ്ടി. അങ്ങനെ ശ്രീ ശശി തരൂർ ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി അങ്ങനെ ഒരു സ്പെഷ്യൽ മെൻഷൻ നടത്തിയിട്ടായിട്ടുള്ള ഒരു രേഖയും ഒരു പത്രവാർത്തയും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ മാധ്യമക്കാർക്ക് വിവാദം മാത്രമേ ഇഷ്ടമില്ലെങ്കിൽ വിവാദത്തെക്കുറിച്ച് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഞാൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയിലും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രിയിലും ചെയ്ത പ്രവർത്തനവും MP ആയിട്ട് പല ഡിബേറ്റ്സിൽ പങ്കെടുത്തിട്ടും പല വിഷയത്തിലും ഏറ്റെടുത്ത എൻ്റെ പെർഫോമൻസും തിരുവനന്തപുരത്തിൽ MP ആയിട്ട് ഞാൻ ചെയ്ത ഓരോരോ വികസന പ്രവർത്തനവും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചയുണ്ടായിട്ടില്ല. ഞാനാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ MP എല്ലാ വർഷവും ഒരു ആനുവൽ റിപ്പോർട്ട് ഇറക്കാൻ. എല്ലാ വർഷവും പ്രസിന് അതിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. എല്ലാ വർഷവും പ്രസ് കോൺഫറൻസ് നടത്തിയിട്ടുണ്ട്. ഒരു പബ്ലിസിറ്റിയും ഇല്ല. ആദ്യം സൂചിപ്പിച്ച പോലെ ശശി തരൂർ കടന്നുപോയ വിവാദങ്ങൾ ഏറെയാണ്. ഈ വിവാദങ്ങളെല്ലാം എതിരാളികൾക്ക് രാഷ്ട്രീയ ആയുധമാണ്. MP-യുടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനെ പോലെ ഇത്രയേറെ വിവാദങ്ങളുണ്ടായ ഒരു പിന്നെ സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഒരു MP-യോ ഉണ്ടായിട്ടില്ല. ഈ നേരത്തെ IPL വിഷയത്തിലുണ്ടായിട്ടുള്ളത്, അത് കഴിഞ്ഞ് ഈ കോൺഗ്രസ് എല്ലാവരെയും ഈ ഭരണാധികാരികളെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ടുള്ള കന്നുകാലി തൊഴുത്തെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഒരു വാചകം ട്വിറ്ററിൽ പറഞ്ഞു അതിനെ വിവാദമാക്കണതാണോ ശരിക്ക് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു മെഷർ? അത് ശരിയാണോ? അത് നിങ്ങൾക്കാണ് ചോദിക്കേണ്ടത്. ഞാൻ എന്തായാലും ലോകം മുഴുവൻ 30 വർഷം പ്രവർത്തിച്ചിട്ട് വിവാദമില്ലാത്തൊരു മനുഷ്യനാണ്. ഇന്ത്യയിലത്തെ രാഷ്ട്രീയത്തിൽ വന്ന ശേഷം വിവാദങ്ങൾ വരുന്നത് എൻ്റെ തെറ്റാണോ അതോ നമ്മളുടെ ഇങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അവസാനം വന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു. അതിൽ പോലീസ് റിപ്പോർട്ടിലും ഒക്കെ ഉയർന്നു വന്നിട്ട് 3 കാര്യങ്ങളാണ്. ഒന്ന്, അത് ഒരു ആക്സിഡൻ്റൽ ഡെത്താണോ, കാരണം ഓവർഡോസ് കഴിച്ച്, അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ആകാം, അല്ലെങ്കിൽ അതൊരു കൊലപാതകമാണ്. ഈ 3 നിഗമനങ്ങളിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ 3 നിഗമനങ്ങൾ എന്ന് പറയുന്ന മരണപ്പെട്ട സുനന്ദ പുഷ്കർ എന്ന് പറയുന്നത് ശ്രീ ശശി തരൂരിൻ്റെ സഹധർമ്മിണിയാണ്. അപ്പോൾ അവരുടെ മരണത്തെപ്പറ്റി ഈ 3 വിഷയങ്ങൾ സംശയാസ്പദമായി ഉന്നയിക്കപ്പെടുമ്പോൾ അത് ക്ലിയർ ചെയ്യേണ്ട ബാധ്യത ശ്രീ ശശി തരൂരിനുണ്ട്. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. എനിക്ക് ഇതിനേക്കാട്ട് വലിയൊരു ദുഃഖവും ഒരു നഷ്ടവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എൻ്റെ അച്ഛൻ മരിച്ച ശേഷം എല്ലാം വെച്ച് അടുത്ത് വന്നൊരു ഒരു ട്രാജഡി ഇതാണ്. പക്ഷേ ഇതിനെ മാധ്യമക്കാരും രാഷ്ട്രീയക്കാരും വിവാദമാക്കുന്നത് അത് ശരിക്കും ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു പെരുമാറ്റമാണ് കേട്ടോ. ഞാൻ ഈ സഫർ ചെയ്ത് എൻ്റെ ഹൃദയത്തെ തടയുന്ന വേദനയും ദുഃഖവും പങ്കെടുക്കാനും പല ആൾക്കാരുണ്ടായിട്ടുണ്ട്. പക്ഷേ മാധ്യമത്തിലും രാഷ്ട്രീയത്തിലും ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ എനിക്കും സുനന്ദരെ അച്ഛനും മകനും സഹോദരന്മാർക്കും വല്ലാത്ത ഞങ്ങളെ വേദനിപ്പിച്ചു. കേരളം പ്രത്യേകം ഒരു പ്രഭുത്വമായ സംസ്ഥാനമാണ്. അപ്പോൾ ആ സംസ്ഥാനത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേരെ ഉയർന്നു വന്നിട്ടുള്ള ഈ സംശയത്തിൻ്റെ കരുനിഴൽ ദൂരീകരിക്കേണ്ട ബാധ്യത ശ്രീ ശശി തരൂരിനുണ്ട്. അങ്ങനെ അത് ദൂരീകരിച്ചിട്ട് മത്സരിക്കുന്നതാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അഭികാമ്യമായിട്ടുള്ളതെന്നാണ് എന്നെപ്പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ടുള്ള എൻ്റെ ദൃഢമായ അഭിപ്രായം. എൻ്റെ വികസന പ്രവർത്തനവും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും പറയാൻ ഉത്തരം തരാനില്ലാത്ത കാരണമല്ലേ അവരിങ്ങനെ എൻ്റെ പേഴ്സണൽ ട്രാജഡിയെ ഒരു രാഷ്ട്രീയ വിഷയമാക്കുന്നത്. ഇത് വല്ലാത്ത സങ്കടമുള്ള കാര്യമാണ്. ജനങ്ങൾ ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നവർക്ക് എനിക്കൊരു സംശയമില്ല, ജനങ്ങൾ അവരെ വേറൊരു പാഠം പഠിപ്പിക്കും. ഈ വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ശശി തരൂരിനെ വരും തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ? ഞങ്ങളുടെ പ്രതിനിധി തനേഷ് തമ്പി ചേരുന്നു. തനേഷ്, ഏറ്റവും അധികം വിവാദങ്ങളിലൂടെ കടന്നുപോയ ഒരു ജനപ്രതിനിധിയാണ് ശശി തരൂർ. അദ്ദേഹം കടന്നുപോയ വിവാദങ്ങൾ, അദ്ദേഹം കാരണം ഉണ്ടായ വിവാദങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക?
രാജീവ്, ഒരു ആഗോള മലയാളിയുടെ പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാനായി എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആനുകൂല്യം അങ്ങേയറ്റം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം നമുക്കറിയാവുന്നതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ മധ്യവർഗത്തിന്റെയും ഒക്കെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും ആ മധ്യവർഗത്തിന്റെ വോട്ടുകളാകെ സമാഹരിക്കുന്നതിന് ശശി തരൂരിന് സാധിച്ചിരുന്നു. വലിയ പ്രതീക്ഷയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എത്രത്തോളം പ്രതീക്ഷയുണ്ടോ അത്രത്തോളം തന്നെ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചോ എന്നുള്ളത് പലപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കും എന്നുള്ളതാണ് പറയാൻ സാധിക്കുക. ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തോടു കൂടി മുൻപൊന്നും കേരള രാഷ്ട്രീയത്തിൽ അത്ര ഒട്ടും സജീവമല്ലാത്ത ഒരാൾ വിജയിച്ചു വരിക എന്നുള്ളത് തന്നെ എത്രത്തോളം അദ്ദേഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്നുള്ളതിന്റെ ഒരു വലിയ തെളിവാണ്. എന്നാൽ തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് വേണ്ടത്ര അദ്ദേഹം ഇറങ്ങി വന്നിട്ടുണ്ടോ എന്നുള്ളതും ഒരു ചോദ്യമാണ്. കാരണം അദ്ദേഹം കൃത്യമായ ഇടവേളകളിൽ മണ്ഡലം സന്ദർശിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുപരിപാടികൾ പങ്കെടുക്കാറുണ്ട്, പരമാവധി പരിപാടികൾ പങ്കെടുക്കാറുണ്ട്. പക്ഷേ ഇടതു നേതാക്കൾ വലിയ വിമർശനമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങളുള്ളത്. ഒന്ന് വിഴിഞ്ഞം പദ്ധതിയാണ്, മറ്റൊന്ന് ഹൈക്കോടതി ബെഞ്ചാണ്, അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് വികസനം, റെയിൽവേ വികസനം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും MP എന്നുള്ള നിലയിൽ ശശി തരൂരിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നൊരു വിമർശനം ഇടതു നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. തിരിച്ചു വരാം. ശശി തരൂർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളെ പറ്റിയും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ പറ്റിയും അറിയാം ഇടവേളയ്ക്ക് ശേഷം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഏതെങ്കിലും വാഗ്ദാനങ്ങൾ നൽകിയിരുന്നോ ശശി തരൂർ എന്നാണ് ഇനി പരിശോധിക്കുന്നത്. അങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അവ പാലിക്കാനായോ എന്നും അറിയാം. MP-യുടെ വാഗ്ദാനങ്ങൾ. ഞാൻ ഏറ്റെടുത്ത എല്ലാ വിഷയത്തിലും ആക്ഷൻ എടുത്തു. പകുതി മുക്കാലും അതിനെ പൂർത്തിയാക്കാൻ സാധിച്ചു. ചില പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ ഞാൻ ചെയ്യാൻ സാധിച്ചു. ചില ഉദാഹരണങ്ങൾ എടുക്കുകയാണെങ്കിൽ 40 വർഷമായി കല്ലിട്ട ശേഷം ഇളകാത്ത നാഷണൽ ഹൈവേ ബൈപ്പാസിൻ്റെ പ്രവർത്തനം എൻ്റെ ഒറ്റ പ്രവർത്തന കാര്യം മാത്രം ഇവിടെ ഒരു 100 ഫോൺ കോളും മീറ്റിങ്ങും മന്ത്രിമാരെ കാണലും ഉദ്യോഗസ്ഥന്മാരെ കാണലും ചെയ്തിട്ടാണ് ഈ തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി ഇപ്പോൾ ലാൻഡ് അക്വിസിഷൻ നടക്കുന്നത് നാഷണൽ ഹൈവേ ബൈപ്പാസ്. 100 ദിവസത്തിനകം ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ ശശി തരൂര് ഇപ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസങ്ങൾക്കകം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അത് നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞില്ല. ചിലവർ 100 ദിവസത്തിനകത്ത് ചെയ്തതെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞില്ല. ഒരു സ്ഥാനാർത്ഥി പറഞ്ഞു അയാൾ ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നമ്മൾ കുറേ കാര്യമായിട്ട് ഒരു അജിറ്റേഷൻ നടത്തുന്നു. ഒരു റീലേ ഫാസ്റ്റൊക്കെ ആയിരുന്നു നമ്മളുടെ അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ. ഞാൻ പറഞ്ഞു എൻ്റെ വഴിക്ക് ശ്രമിക്കട്ടെ, ഞാൻ ഒരു പെർസുവേഷനോട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതോടെ ഞാൻ ഓരോരോ ലോ മന്ത്രിമാരെ കണ്ടു, ഓരോരോ ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയെ കണ്ടു. ഹൈക്കോടതി ബെഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ടുണ്ട്. 1955-56 ആക്ടാണ്. ആ ആക്ട് പ്രകാരം നോട്ടിഫിക്കേഷൻ ഗവൺമെൻറ് പുറപ്പെടുക. അതാണ് എൻ്റെ കറക്റ്റ്. അല്ലാതെ ഇതിൽ ഞാൻ ഹൈക്കോടതി ജഡ്ജിമാരെ ഇരിക്കുകയോ അവരുടെ ഒരു കമ്മിറ്റിയോടൊന്നുമല്ല. ഈ രാജ്യത്ത് എത്ര സംസ്ഥാനങ്ങളാണ് റീജിയണൽ ബെഞ്ചുകൾ വന്നിട്ടുള്ളത്? ആ ബെഞ്ചുകളെല്ലാം അവിടുത്തെ ഒരു MP-മാരുടെയും അവിടുത്തെ ഭരണാധികാരികളുടെയും ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്താണ് ആ ബെഞ്ചുകൾ വരുന്നത്. ബുദ്ധിമുട്ടിതാണ്. ജുഡീഷ്യറിയുടെ അനുവാദം ഇല്ലാണ്ട് നടക്കില്ല. കേരളത്തിൻ്റെ ചീഫ് ജസ്റ്റിസും നമ്മുടെ ഹൈക്കോടതിയും കൂടിയിട്ട് ഓക്കെ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചാലും കേരളത്തെ സർക്കാരും തിരുവനന്തപുരം സർക്കാരും എന്ത് വിചാരിച്ചാലും ഒറ്റയ്ക്ക് നടക്കില്ല. അതിൻ്റെ ആ വിഷയം എല്ലാവർക്കും അറിയാം, നമ്മുടെ ലോയർമാർക്കും അറിയാം. എൻ്റെ റിലൻറ്റ്ലെസ് പെർസുവേഷൻ പറഞ്ഞാൽ ഈ 5 വർഷം ഓരോരോ ചീഫ് ജസ്റ്റിസുമാരെ നേരിട്ട് കണ്ടിട്ടും പബ്ലിക്കലി പ്രസംഗിച്ചിട്ടും പ്രൈവറ്റ്ലി കണ്ട് സംസാരിച്ചിട്ടുമാണ് ഞാൻ ഇതുവരെ എത്തിച്ചിരിക്കുന്നത്. ഈ 57 വർഷത്തിൽ ഒരേ ഒരു തവണയാണ് ഒഫീഷ്യൽ ഹിയറിങ്സ് നടത്തിയിരിക്കുന്ന ബാർ അസോസിയേഷനിൽ. അത് ഞാൻ ജസ്റ്റിസ് ബെനൂർ മഠിനെ ചെയ്യിപ്പിച്ചതാണ്. അദ്ദേഹം ഹിയറിങ്സ് ആയിട്ട് എല്ലാവരും പെറ്റീഷൻസ് അക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മുടെ തിരുവനന്തപുരം ബാർ അസോസിയേഷൻ്റെയും എൻ്റെയും സബ്മിഷനെ അക്സെപ്റ്റ്. പക്ഷേ അദ്ദേഹം തീരുമാനമെടുത്തില്ല റിട്ടയർ ചെയ്യുന്ന മുമ്പ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റിസ് ചെലമേശ്വരൻ്റെ ഒപ്പം നല്ലൊരു തീരുമാനം ഡിസ്കഷൻ നടക്കാനുള്ള ഡയറക്ഷൻ പോകുമ്പോൾ അദ്ദേഹത്തിന് സുപ്രീം കോടതിക്ക് പ്രൊമോഷൻ വന്നു. അവസാനത്തിൽ ജസ്റ്റിസ് ചെല്ലൂർ 6 മാസം ആക്ടിംഗ് ആയിരുന്നു. ആക്ടിംഗ് ആകുമ്പോൾ ഒന്ന് ഏറ്റെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഫുൾ ജസ്റ്റിസ് ആയ ശേഷം നമ്മളെല്ലാവരും കണ്ട് ഡിസ്കസ് ചെയ്തിട്ട് ഫയലുകളെല്ലാം നോക്കിയ ശേഷം അവരാണ് ആദ്യം ഈ 57 വർഷത്തിൽ ഈ വിഷയത്തിൽ ഒരു അനക്കം കൊണ്ടുവന്നിരിക്കുന്നത്. അവരൊരു ഇൻക്വയറി കമ്മിറ്റിയെ സ്ഥാപിച്ചിട്ട് 5 സീനിയർ മോസ്റ്റ് ജഡ്ജസിനോട് ഈ വിഷയം തീരുമാനിക്കാൻ പറഞ്ഞു. അതെങ്കിലും ഒരു പ്രോഗ്രസ്സാണ്. ഇവിടെ ബാഴ്സലോണ സിറ്റി ആക്കുമെന്ന് പറഞ്ഞു. റെയിൽവേ വികസനം അദ്ദേഹം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം അദ്ദേഹം നടപ്പിലാക്കുമെന്ന്. ഇതെല്ലാം നടപ്പിലാക്കാത്ത ഒരു MP-ക്ക് എതിരായിട്ടുള്ള തന്നെയാണ് 200 ദിവസത്തെ സമരം. വളരെ നീണ്ട, ഒരുപക്ഷെ പല സമരങ്ങൾ വെച്ച് നോക്കുമ്പോൾ അടുത്ത കാലത്ത് നടന്ന ഒരു നീണ്ട സമരം ആയിരുന്നു ഈ
LDF രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പ് നടത്തിയത്. എനിക്ക് ഒരു സംശയവുമില്ല, ഞാൻ ജനങ്ങളുടെ എക്സ്പെക്റ്റേഷൻ, ജനങ്ങളുടെ പ്രതീക്ഷയെ എല്ലാ വിധത്തിലും പൂർത്തിയാക്കാൻ സാധിച്ചു. ചില വിഷയങ്ങൾ സാധിക്കാത്തത് എൻ്റെ എഫേർട്സ് ഇല്ലാത്ത കാരണമല്ല. ഞാൻ ബാഴ്സലോണയിൽ എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്ന് ബാഴ്സലോണ അവർ നഗരസഭയിൽ തിരുവനന്തപുരം എവിടെയാണെന്നും കൂടി അറിയാത്തവരെ ഞാൻ പെർസ്വേഡ് ചെയ്തിട്ട് അവിടുത്തെ മേയറും അവിടുത്തെ നഗരസഭയും റെസൊല്യൂഷൻ പാസ്സാക്കി, നമ്മളൊപ്പം ട്വിന്നിയ എന്ന് പറഞ്ഞിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി കൊണ്ടുവന്നു. അവർക്ക് ഇൻ്റർനാഷണൽ സഹകരണത്തിന്, അന്താരാഷ്ട്രീയ സഹകരണത്തിന് വേണ്ടി ബഡ്ജറ്റും കൂടി ഉണ്ടായിരുന്നു. നമ്മൾക്ക് വേണ്ടി എല്ലാ വിധത്തിലും സഹായം നൽകാൻ തയ്യാറായ നഗരത്തിനെ കൊണ്ടുവന്നപ്പോൾ നമ്മളുടെ തിരുവനന്തപുരത്തിൽ സങ്കുചിത രാഷ്ട്രീയ താല്പര്യമുള്ള ലെഫ്റ്റിൻ്റെ കോർപ്പറേഷൻ മാത്രം അതിന് ചർച്ചയും കൂടി ചെയ്തില്ല, അതിനെ ലാപ്സായി വിട്ടു. ഇങ്ങനെയുള്ള ഈ പെറ്റി രാഷ്ട്രീയ മെൻറ്റാലിറ്റി ഉള്ളവരാണ് നമ്മുടെ രാജ്യത്തിനെ, നമ്മുടെ സംസ്ഥാനത്തിന് ഇതുവരെ നശിപ്പിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഏത് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് എംപിക്ക് നടപ്പാക്കാനായത്? കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എത്തിക്കുന്ന കാര്യത്തിൽ എംപി എത്രത്തോളം വിജയമായിട്ടുണ്ട് എന്നറിയാം. എംപി ഫണ്ട് വിനിയോഗത്തിന്റെ കണക്കുകൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എംപി ഫണ്ട് വിനിയോഗത്തിന്റെ കാര്യത്തിൽ ശശി തരൂർ ആവശ്യപ്പെട്ടത് 22.06 കോടി രൂപ. ഇതിൽ കിട്ടിയത് 19.71 കോടി രൂപ. ഇനി ചെലവഴിക്കാൻ വേണ്ടി ലഭിച്ചത് 17.96 കോടി രൂപ. ഇതിൽ എത്ര ശതമാനം ചെലവഴിച്ചു എന്നാണ് നമുക്ക് അറിയേണ്ടത്. 92% തുക ചെലവഴിക്കാൻ ശശി തരൂരിന് കഴിഞ്ഞു. അദ്ദേഹം മന്ത്രിയായിരുന്നു, 2 ഘട്ടമായി അദ്ദേഹം മന്ത്രിയായിരുന്നു. ഇതിനിടയിൽ തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ 92% എംപി ഫണ്ട് വിനിയോഗിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മികച്ച പ്രകടനമെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ വെറും കണക്കുകളിൽ മാത്രം ഒതുങ്ങുന്നതാണോ എംപിയുടെ നേട്ടങ്ങൾ എന്നറിയാം. എംപിയുടെ മണ്ഡലത്തിൽ എംപി ഫണ്ട് അദ്ദേഹം ചിലവാക്കി, കുറേ ലൈറ്റുകൾ സ്ഥാപിച്ചു. അദ്ദേഹം ഏറ്റവും ശ്രദ്ധിച്ചത് കുറേ വെളിച്ചം വിതരണം വേണം, ഞാൻ വേണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ എംപി ഫണ്ട് ഉപയോഗിക്കുന്ന മാനദണ്ഡം, ആ മാനദണ്ഡം എന്ന് പറയുന്നത് അത് പ്രാദേശിക വികസന ഫണ്ടാണ്. ആ വികസന ഫണ്ടിൽ ആശുപത്രി ഇല്ലാത്ത സ്ഥലത്ത് ആശുപത്രി പണിയാൻ എന്ത് ചെയ്യണം, ഉള്ള ആശുപത്രികളിൽ പാവപ്പെട്ടവർക്ക് മരുന്നും മറ്റ് സജ്ജീകരണങ്ങളും എത്തിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, അത് അദ്ദേഹം ചെയ്ത് പറയട്ടെ. ഒന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരത്ത് 109 കോടിയാണ് ഞാൻ സെൻട്രൽ റോഡ് ഫണ്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോ ഒരു സമയത്ത് കേരളത്തിൽ നമ്മളുടെ കോട്ട ഫുള്ളാണെന്നൊക്കെ കേട്ടിട്ട് പല തടസ്സങ്ങളുണ്ടായിട്ടും കൂടിയാണ് ഞാൻ ഇതിനെ ചെയ്യാൻ സാധിച്ചിരിക്കുന്നത്. റെയിൽവേ വികസനം ഞാൻ അഭിമാനത്തോടെ പറയാം. ഒരു കാലത്ത് നമ്മൾക്ക് ഒരു മലയാളി റെയിൽവേ മന്ത്രിയും കൂടി ആയിരുന്നു, റെയിൽവേ മിനിസ്റ്റർ സ്റ്റേറ്റായിട്ട്. അദ്ദേഹം ഒരു ട്രെയിൻ കൊണ്ടുവന്നതിനെക്കുറിച്ച് തിരുവനന്തപുരത്ത് എപ്പോഴും സംസാരം ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനിക്കുന്നു, നല്ലൊരു ട്രെയിൻ വന്നത് നമ്മൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞാൻ ഈ 5 വർഷത്തിൽ ഒരു ട്രെയിനല്ല 14 പുതിയ ട്രെയിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു തലസ്ഥാന റെയിൽവേ സ്റ്റേഷൻ 5 പ്ലാറ്റ്ഫോം മാത്രമുള്ളത് ഒരുപക്ഷെ ഈ തിരുവനന്തപുരം ആയിരിക്കും. തലസ്ഥാന റെയിൽവേ സ്റ്റേഷൻ 5 പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, പുതിയ തീവണ്ടികൾ തുടങ്ങിയാൽ, കഴിഞ്ഞ റെയിൽവേ ബഡ്ജറ്റിൽ തുടങ്ങിയ തീവണ്ടികൾ ഓടിത്തുടങ്ങിയിട്ടില്ല. ഓടിത്തുടങ്ങണമെങ്കിൽ അതിന് സൗകര്യം വേണം. അതിൽ ഏറ്റവും പ്രധാനം ഈ പ്ലാറ്റ്ഫോമാണ്. മമതാ ബാനർജി 5 ഇന്ത്യൻ സ്റ്റേഷനെ വേൾഡ് ക്ലാസ് ആക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ അതിൽ തിരുവനന്തപുരത്തിനെ ഉൾപ്പെടുപ്പിച്ചു. എന്നിട്ട് അവർ രാജിവെച്ചിട്ട് ബംഗാളിൽ പോയിട്ട് മുഖ്യമന്ത്രി ആയപ്പോൾ ബാക്കി എല്ലാവരും മറന്നു. മറ്റ് 4 സ്റ്റേഷൻ ഡൽഹി ഉൾപ്പെടെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. തിരുവനന്തപുരത്തിൽ ഞാനൊരു 10 കോടിയുടെ പദ്ധതി കൊണ്ടുവന്നിട്ട് നമ്മൾക്കിപ്പോൾ കൂടി ആ സ്റ്റേഷനിൻ്റെ വികസനം കാണാൻ സാധിക്കും. വലിയൊരു എലിവേറ്റർ, ഈ മുറികാട് വലുതായിട്ടൊരു എലിവേറ്റർ കെട്ടുന്നുണ്ട്. 2 എസ്കലേറ്റർ വന്നു കഴിഞ്ഞു ഈ മാസം. 2 എസ്കലേറ്ററും കൂടി ഇനി 3 മാസത്തിനകത്ത് വരും. നമുക്ക് എല്ലാ പുതിയ സൈനേജും, പുതിയ ബുക്കിംഗ് ഓഫീസ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കെട്ടുന്നു, പുതിയ ATMs വന്നിട്ടുണ്ട്. ആരാ പറയുന്നത് വികസനം നടന്നിട്ടില്ല? ഇതിനെക്കാട്ടും വികസനം 50 വർഷത്തിൽ തിരുവനന്തപുരം സ്റ്റേഷനിൽ കണ്ടിട്ടില്ലായിരിക്കും. PKയുടെ കാലത്ത് ആരംഭിച്ചതാണ് എസ്കലേറ്റർ. ഇപ്പോൾ എന്തേ അത് ഈ തെരഞ്ഞെടുപ്പായിട്ട് പോലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. നിയമത്തെ ട്രീറ്റ്മെൻറ്റാണ്, എന്തുകൊണ്ട് അത് കഴിഞ്ഞിട്ടില്ല? അപ്പോൾ ഈ വികസനങ്ങളിലെല്ലാം ഒരു ലോകസഭ MP, മെമ്പർ ഓഫ് പാർലമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. അതൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. നിയമത്തിൻ്റെ വിഷയം ഞാനാണ് സദർൺ റെയിൽവേ ജനറൽ മാനേജറിനെ കൂട്ടിക്കൊന്ന് ഇൻസ്പെക്ഷൻ അറിയിപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഇത്ര വർഷമായിട്ട് നടക്കാത്തതെന്ന് ചോദിച്ചത്. പക്ഷേ അവർ പറയുന്നു റെയിൽവേ ഭൂമിയുടെ ഷേപ്പിൻ്റെ കാരണം ആ ഒറിജിനൽ കോച്ചിങ് യാർഡിൻ്റെ പ്ലാൻ നടക്കില്ല. എന്താണ്, ഈ ഭൂമി റെയിൽവേ ട്രാക്സിൻ്റെ പാരലൽ അല്ല, പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇങ്ങനെ ഒരു T പോലെയാണ് നിൽക്കുന്നത്, ഇങ്ങനെയായിട്ടല്ല നിൽക്കുന്നത്. അതുകൊണ്ട് കോച്ചിങ് ഷെഡ് ചെയ്യാൻ അവർക്ക് ചില വിഷയങ്ങൾ ഉണ്ടാവും. അതിൽ വീണ്ടും അവർ സ്റ്റഡി നടത്താൻ പോവുകയാണ്. പക്ഷേ എന്തായാലും അഡീഷണൽ ട്രെയിൻസ് എങ്കിലും കൊണ്ടുവരാനും തമ്പാനൂർ സ്റ്റേഷൻ്റെ കുറച്ച് റിലീഫ് കൊടുത്തിട്ട് നിയമത്തിൽ കുറച്ചുകൂടി വികസനം ചെയ്യാൻ അവർ തയ്യാറാണ്. പക്ഷേ ഈ സമയത്ത് അവർക്ക് അതിൻ്റെ ഫണ്ട്സ് ഇല്ല എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇപ്പോൾ അവസാനമായി ബഡ്ജറ്റിൽ കൂടി നമ്മൾ കണ്ടല്ലോ, ഈ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഒരു തുക പോലും മാറ്റിവെച്ചില്ല. എന്തുകൊണ്ടേ സംഭവിച്ചു? MP എന്നുള്ള നിലയിൽ അദ്ദേഹം ഇടപെട്ട് ബഡ്ജറ്റിൽ
ഈ വിഴിഞ്ഞം തുറമുഖത്തിന് തുക മാറ്റിവയ്പ്പിക്കുന്നതിന് ആദ്യം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് തിരുവനന്തപുരം മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി ആ വിഴിഞ്ഞം തുറമുഖം അനിശ്ചിതത്വത്തിലേക്ക് ആയിട്ടുണ്ട്. 25 വർഷമായി വിഴിഞ്ഞത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ആരാണ് MP ആയിട്ട് ഇതിന് എണ്ണിങ് കാർഡ് ചെയ്തിരിക്കുന്നത്? ഞാൻ ആദ്യം ഇടപെട്ടു സെൻട്രലിനൊപ്പം ലെഫ്റ്റ് സർക്കാർ ഇരിക്കുമ്പോൾ. അവിടെ സെൻറ്റർ ക്ലിയറായി പറഞ്ഞു, ഒരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ സർക്കാരിൻ്റെ ഒപ്പം വള്ളാർപ്പാടും കേന്ദ്ര പ്രോജക്റ്റും വിഴിഞ്ഞം സംസ്ഥാന പ്രോജക്റ്റും നിങ്ങൾ സംസ്ഥാനത്തോട് പോയി സംസാരിച്ചെന്ന് പറഞ്ഞു. ലെഫ്റ്റ് ഫ്രണ്ട് എനിക്ക് ഒരൊറ്റ റോളും തന്നില്ല വിഴിഞ്ഞത്തിൽ. UDF വന്ന ഉടനെ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡിൽ എന്നെ ഡയറക്ടറാക്കി. അപ്പോൾ എല്ലാ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടും ആ ബേസിസിലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ സഹകരണത്തോടെ നമുക്ക് നല്ല മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായി, തുറമുഖ മന്ത്രി ബാബുവിൻ്റെയും ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടാണ് പരിസ്ഥിതി മന്ത്രി ജയറാം രമേശിനെ കൂട്ടിക്കൊണ്ടുവന്നതും ആദ്യത്തെ ആ എൻവയറമെൻറ്റ് സ്റ്റഡിയുടെ അനുവാദം കിട്ടുന്നതും സ്റ്റഡി നടത്തുന്നതും പിന്നെ ഓരോരോ പരാതിയും കംപ്ലയിൻറ്റ്സും നമ്മൾ എതിര് വരുമ്പോൾ അതിനെ പരിഹരിക്കാൻ നിൽക്കണം ഞാനായിരുന്നു. IFCൻ്റെ ഓംബഡ്സ്മൻ നമ്മുടെ റിസോർട്ട് മാഫിയയുടെ ഓരോരു കംപ്ലയിൻറ്റ്സ് കേട്ടിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുമ്പോൾ ഞാനാണ് അദ്ദേഹത്തെ കണ്ട് റിസീവ് ചെയ്ത് സംസാരിച്ച് നമ്മൾ കേസ് കൊടുത്തത്. എല്ലാ സ്റ്റിയറിങ്ങും ഡൽഹിയിൽ എൻവയറൺമെൻറ്റൽ അഡ്വൈസറി കമ്മിറ്റി എക്സ്പേർട്സ് കമ്മിറ്റി സംസാരിച്ചതും ഡിസ്ക്രീറ്റ്ലി നമ്മുടെ കാര്യങ്ങൾ അഡ്വാൻസ് ചെയ്യാൻ ശ്രമിച്ചത് ഞാനാണ്. അതുകൊണ്ട് ഞാൻ അഭിമാനത്തോട് പറയുന്നു, MP ആയിട്ട് ചെയ്യാനുള്ള കാര്യം, പ്രത്യേകിച്ച് ഒരു സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ലിമിറ്റഡ് കൺട്രോളുള്ള എല്ലാ വിഷയത്തിലും ഞാനാണ് ഇടപെട്ടിരിക്കുന്നത്. ശ്രീനാരായണ ഗുരു പറയില്ല എപ്പോഴും മതം ഏതായാലും മനുഷ്യൻ നന്നാൻ മതി എന്ന്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു, രാഷ്ട്രീയം ഏതായാലും രാഷ്ട്രം നന്നാൻ മതി. ഇപ്പോൾ രാഷ്ട്രത്തിന് വേണ്ടി ഒന്നും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ നിലവിളിയൊക്കെ നിൽക്കുന്നതാണ് എൻ്റെ വിചാരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തരൂരിനൊപ്പം നിന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. കഴിഞ്ഞ തവണ ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 7 UDFന് ഒപ്പമായിരുന്നു. 1 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷം നേടിയപ്പോൾ 7 മണ്ഡലങ്ങളും UDFനൊപ്പം നിന്നു. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിങ്കര. ഇതിൽ പിന്നീട് ചില മണ്ഡലങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയപ്പോഴേക്കും മാറി. നേമം, പാറശാല, കോവളം, അതുപോലെ തന്നെ പാറശാല മാറിയിട്ടില്ല, കോവളം, നെയ്യാറ്റിങ്കരയിൽ പിന്നീടും മാറി മറിഞ്ഞു. നെയ്യാറ്റിങ്കരയിൽ ജയിച്ച സ്ഥാനാർത്ഥി പിന്നീട് കോൺഗ്രസിലേക്ക് മാറി. ഏതായാലും ഇപ്പോൾ നേമം, കോവളം മണ്ഡലങ്ങൾ LDFനൊപ്പം ആണ് എന്ന് പറയാം. ഏതായാലും ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയേണ്ടതുണ്ട്. ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നമുക്ക് പ്രധാനമായും അറിയാനുള്ളത്. തനേഷ് തമ്പി വീണ്ടും ചേരുന്നു. തനേഷ്, കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് എന്തെങ്കിലും രാഷ്ട്രീയമായ മാറ്റം ഇത്തവണ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും ശശി തരൂർ വീണ്ടും മത്സരിക്കുമ്പോൾ. രാജീവ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ മധ്യവർഗത്തിനുള്ള വലിയ സ്വാധീനമാണ്. ആ മധ്യവർഗത്തിന്റെ സ്വാധീനം തീർച്ചയായിട്ടും ശശി തരൂരിന് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ സമീപകാലത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ആ ഒരു സ്വാധീനത്തിന് ഇടിവുണ്ടാക്കിയിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളുണ്ട്. കാരണം ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ മരിച്ചതിന് തൊട്ട് അടുത്ത മണിക്കൂറുകളിൽ തന്നെ അദ്ദേഹം മത്സരിക്കരുത് എന്ന ആവശ്യവുമായി തിരുവനന്തപുരത്തെ ചില കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അത്തരം ചില എതിർപ്പുകൾ കോൺഗ്രസിനകത്തു നിന്ന് തന്നെ അദ്ദേഹത്തിനുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം കൂടി വിലയിരുത്തുമ്പോൾ 2009 സാഹചര്യമല്ല തീർച്ചയായിട്ടും 2013 അന്ന് നേരിട്ടതിനേക്കാൾ വലിയ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഇവിടെ ശശി തരൂർ നേരിടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ. വളരെയധികം നന്ദി. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന വ്യക്തിപ്രഭാവത്തിന് ഇപ്പോൾ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെ മറികടന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സഭയിലെ പ്രകടനം, മണ്ഡലത്തിന്റെ വികസനം, പാലിച്ച വാഗ്ദാനങ്ങൾ, രാഷ്ട്രീയ നിലപാടുകൾ തുടങ്ങിയ മാനദണ്ഡങ്ങളിൽ MP-യുടെ ചിത്രം കണ്ടുകഴിഞ്ഞു. സ്വയം വിലയിരുത്തിയാൽ MP 20-ൽ എത്ര മാർക്കിടും എന്നറിയാം. ഒപ്പം എതിരാളി നൽകുന്ന മാർക്കും. A+ കിട്ടിയെന്ന് എനിക്കല്ല തീരുമാനിക്കേണ്ടത്, വോട്ടേഴ്സാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റെടുത്ത എല്ലാ വിഷയത്തിലും പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹം അമ്പെ പരാജയമായിരുന്നു എന്നുള്ള കാര്യം ഞാൻ അടിവരയിട്ട് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാർക്ക് എത്ര എന്നുള്ളത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് നിശ്ചയിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. 20-ൽ എത്ര മാർക്കെന്ന ചോദ്യത്തിന് MP-യുടെയും എതിരാളിയുടെയും മറുപടി കണ്ടുകഴിഞ്ഞു. ഇനി പ്രേക്ഷകർ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പങ്കെടുക്കാം എന്ന് കൂടി കാണാം. മികച്ച MP എന്ന് പ്രേക്ഷകർ വിലയിരുത്തുന്നയാളിനുള്ള വോട്ട് SMS-ലും ഓൺലൈനിലും രേഖപ്പെടുത്താം. SMS-ൽ വോട്ട് ചെയ്യേണ്ടത് ഓരോ MP-ക്കുമുള്ള ഇംഗ്ലീഷ് അക്ഷരത്തിലെ കോഡ് ഉപയോഗിച്ചാണ്. ലോക്സഭാ മണ്ഡലങ്ങളെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള ക്രമത്തിലാക്കിയാണ് കോഡുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. അവ ശ്രദ്ധിക്കുക. ശശി തരൂർ തിരുവനന്തപുരം A സമ്പത്ത് ആറ്റിങ്ങൽ B N പീതാംബരക്കുറുപ്പ് കൊല്ലം C ആന്റോ ആന്റണി പത്തനംതിട്ട D കൊടിക്കുന്നിൽ സുരേഷ്
മാവേലിക്കര ഇ. കെ സി വേണുഗോപാൽ ആലപ്പുഴ എഫ്. ജോസ് കെ മാണി കോട്ടയം ജി. പി ടി തോമസ് ഇടുക്കി എച്ച്. കെ വി തോമസ് എറണാകുളം ഐ. കെ പി ധനപാലൻ ചാലക്കുടി ജെ. പി സി ചാക്കോ തൃശൂർ കെ. പി കെ ബിജു ആലത്തൂർ എൽ. എം പി രാജേഷ് പാലക്കാട് എം. ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എൻ. ഇ അഹമ്മദ് മലപ്പുറം മണ്ഡലം ഒ. എം കെ രാഘവൻ കോഴിക്കോട് പി. എം ഐ ഷാനവാസ് വയനാട് ക്യു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകര ആർ. കെ സുധാകരൻ കണ്ണൂർ എസ്. പി കരുണാകരൻ കാസർഗോഡ് ടി. SMS വോട്ടിന് MP എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന MP-യുടെ കോഡ് ടൈപ്പ് ചെയ്യുക. SMS ചെയ്യേണ്ട നമ്പർ 56776. ഓൺലൈനിൽ വോട്ട് ചെയ്യാൻ manoramanews.com/MP സന്ദർശിക്കുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു MP-യുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കാം. നിശ്ചിത മാനദണ്ഡങ്ങളിൽ MP എങ്ങനെ തിളങ്ങി എന്നളക്കാം. 20-ൽ എത്രയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം.